വൈദ്യുതി മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി ആലത്തൂർ കെഎസ്ഇബിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ ട്രഷറർ എം.എ. ജിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി നാം കാണാത്ത, നാം അനുഭവിക്കാത്ത, നാം എന്താണെന്ന് പോലും അറിയാതിരുന്ന കറണ്ട് കട്ട്, അതിൻ്റെ പേര് പലർക്കും ലോഡ് ഷെഡിംഗ് ആണെന്നും പവർ കട്ടാണെന്നുമൊക്കെ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഒരു 18 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞിന് ചിലപ്പോൾ അതിനെ സംബന്ധിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. കാരണം അവൻ 7 വയസ്സോ 8 വയസ്സോ ഉണ്ടാകുമ്പോഴായിരിക്കും അതിന് മുമ്പ് ചിലപ്പോൾ അവൻ കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് പലർക്കും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്താണെന്ന് പോലും അറിയില്ല. നമ്മളിൽ പല ആളുകളും 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്ത് സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ച ആളുകളായതുകൊണ്ട് അന്നെല്ലാം തന്നെ പ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. ആ പ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ് എല്ലാം ഇത്തരത്തിൽ UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയത് കൃത്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാഭാവികമായും കറണ്ട് ഇല്ലാതെ വരുന്ന സമയത്ത് അത് വിതരണം ചെയ്യാൻ അതിൻ്റെ പവർ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഭരണാധികാരികൾ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം പറയുന്നത് പലതരത്തിലുള്ള കാരണങ്ങളാണ്. എന്താ കാരണം? മഴയില്ലാത്തത് കൊണ്ടാണ്, ഡാമുകളിൽ വെള്ളമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതും, അതുകൊണ്ടാണ് കറണ്ട് കൃത്യമായി നാട്ടിൽ വിതരണം ചെയ്യാൻ കഴിയാത്തതുമെല്ലാം പറഞ്ഞുകൊണ്ട് മുട്ടുന്യായം പറഞ്ഞ് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ മന്ത്രിമാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ന്യായീകരിച്ചുകൊണ്ട് നടത്തുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് കെ വി വിഷ്ണുദാസ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ശ്രീജിത്ത്, ബ്ലോക്ക് സെക്രട്ടറി ജി അലോഷ്യസ്, വൈസ് പ്രസിഡന്റ് കെ അൻഷിഫ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.